ഹലോ. ഹലോ. യെസ്. ലിയാഖത്ത് അലി എന്ന ആളല്ലേ? അതെ. ഞാൻ രതീഷാണ്, കോഴിക്കോട്. ആ. ഞാൻ നിങ്ങളെ വീഡിയോ ഇങ്ങനെ കണ്ടു, ഈ സനാതന ധർമ്മം ഉം. ഒക്കെ ഉള്ളത്. ഉം. ഫ്രീ ആണപ്പോ? എന്ത് പറഞ്ഞു? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സനാതന ധർമ്മത്തിനെ പറ്റി നിങ്ങൾ പഠിക്കണോ? പഠിച്ചിണ്ടാവണല്ലോ എന്താണ് പറഞ്ഞോളി, നിങ്ങളെ അഭിപ്രായം പറഞ്ഞോളി. അല്ലേ? ഈ ഭാരതം എന്നുള്ള രീതിയിൽ ഉം. എല്ലാത്തിനെയും ഉൾക്കൊള്ളുക, നിങ്ങൾ പറഞ്ഞില്ലേ പ്ലൂറലിസോ, ഉം. ലോകത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ, ഉം. അങ്ങനല്ലേ? അതാണ് സനാതന ധർമ്മം. അതെ, ലോകത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ളത്. സനാതന ധർമ്മത്തില് ജാതി വ്യവസ്ഥയൊക്കെ അല്ലേ? ജാതി വ്യവസ്ഥ ഉണ്ട്, ജാതി വ്യവസ്ഥേനെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നില്ലേ? ജാതി വ്യവസ്ഥയിലുള്ളത് കൊണ്ടാണല്ലോ സനാതന നമ്മള് ധർമ്മവും മനുസ്മൃതിയും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലേ? മനുസ്മൃതിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ജാതി വ്യവസ്ഥ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയാം. നമ്മള് വേദം എന്നറിയും, വേദം ഉം. അതാരാ ഇതില് എഴുതാരാ അറിയോ? മുനിമാര്. ഏ മുനിമാര്, വ്യാസന്മാര്. വേദവ്യാസൻ. ഉം. വേദവ്യാസൻ ഏത് ജാതി ആയിരുന്നു അറിയോ? അത് ഏത് ജാതിയാ? അതായത് ഇപ്പത്തെ ഇതിൽ പറയുന്നത്, നിങ്ങൾ പറഞ്ഞ ജാതി വ്യവസ്ഥയിൽ ഉം. താഴെ കിടക്കാനുള്ള ജാതിയുള്ള ആൾക്കാരാണ് ഉള്ള ആരാണ് പറയും? ആളായിരുന്നു വേദവ്യാസൻ വേദവ്യാസൻ. ആരാണ്? വേദവ്യാസൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നതാണ് വിശ്വസിക്കപ്പെട്ടത്. പക്ഷെ ഇന്ന് ഏത് ജാതി? അതായത് നിങ്ങൾ പറഞ്ഞ ജാതി വ്യവസ്ഥയിൽ താഴെ കടയിലുള്ള ജാതി, ഉം. ഈ അയാളെ ജാതി വ്യവസ്ഥയെ അനുകൂലിക്കുന്ന മനുസ്മൃതിയെ, മനുസ്മൃതിയിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള സനാതന ധർമ്മത്തെ ലോകത്ത് ഏറ്റവും മികച്ച, ലോകത്തെല്ലാവർക്കും സുഖം വരുത്താൻ പറ്റുന്ന സാധനമായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടോ? ലോകത്തിൽ ഇന്നിപ്പോ ഇപ്പൊ ഇന്ത്യയിൽ എല്ലാ മതങ്ങളും അംഗീകരിച്ചുകൊണ്ട് പോകണ ആളല്ലേ? എല്ലാ മതങ്ങൾക്കും അഭയം കൊടുത്തൊരു രാജ്യമല്ലേ ഇന്ത്യ? അത് അതുമായിട്ട് എന്താ ബന്ധം? സനാതന ധർമ്മം അതുമായിട്ട് എന്താ ഇവിടുത്തെ ബന്ധം? സംസ്കാരല്ലേ? ഇപ്പൊ നിങ്ങൾ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞ, എന്താ പറയാ, ഈ രാജ്യം വിഭജിച്ച് എന്ന് പറഞ്ഞ്, അപ്പൊ ഒരു സൈഡ് ഞാൻ ഒരു പാകിസ്ഥാൻ. കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സംഘപരിവാർ പ്രവർത്തകനാണോ അതോ അല്ലല്ല, അനുഭാവിയാണോ? ഞാൻ അനുഭാവി എന്നല്ല. നമ്മള് ദേശത്തിന്റെ കാര്യങ്ങൾ, നിങ്ങളെ ക്ലാസ്, എല്ലാവരും ആരിഫ് ഹുസൈന്റെ ക്ലാസ് എല്ലാം കേൾക്കുന്ന ഒരാളാ. രാജ്യഭക്തി ഉണ്ടാവും, അത് വേറെ കേസ്. നമ്മൾ എന്തിനാണ് ഈ രാജ്യത്തോട് ഭക്തി? എന്തിനാണ്? രാജ്യനാളില് ഇപ്പൊ നിങ്ങളിപ്പോ ഇതേപോലെ വേറെ ഇന്ത്യ പോലെ ദേശസ്നേഹവും രാജ്യഭക്തിയും രണ്ടല്ലേ? രാജ്യഭക്തിയും ദേശഭക്തിയും വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഭയങ്കര വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? നേരത്തെ എന്നോട് വിളിച്ച ആള് പറഞ്ഞത് ദേശത്തിനെതിരെ വന്നാൽ സ്വന്തം അമ്മയാണെങ്കിലും കഴുത്തറക്കുന്നതാണ്. അതിപ്പോ നിങ്ങളിപ്പോ പിന്നെ ഇവിടെ കേട്ടിട്ടുണ്ടാവും, ഈ തീവ്രവാദത്തിന് പോയ മക്കളെ മുഖം കാണണ്ടെന്ന് പറഞ്ഞ ഉമ്മമാരില്ലേ ഇവിടെ? അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഒരാളെ കൊല്ലുക. അതായത് രാജ്യത്തിന് തീവ്രവാദത്തിന് പോയി എന്ന് പറഞ്ഞാൽ സ്വന്തം സുഹൃത്തെ, രാജ്യത്തിന് നമ്മൾ ഈ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇത് പണ്ട് കാലത്തെ രാജഭരണം അല്ല. ഇവിടെ കൃത്യമായിട്ട് ഭരണം, ഇത് രാജ്യത്തിന് നിലനിൽക്കാന് അതിന് രാജ്യത്തിന് തന്നെ ഒരു സംവിധാനം ഉണ്ട്. അതാണ് ജനാധിപത്യ രാജ്യങ്ങളുടെ പ്രത്യേകത. ഓക്കെ, അവിടെ പറയട്ടെ, അവിടെ രാജ്യത്തെ നിർണയിക്കുന്ന ഭരണഘടനയുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണ സംവിധാനങ്ങളുണ്ട്. അതേപോലെ നീതി നിർവഹണ സംവിധാനങ്ങളുണ്ട്, നീതിന്യായ കോടതികളുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് കറക്റ്റ് ആയിട്ട് നെറ്റ്വർക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ള സാധനമാണ്. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ടത്. അതെ അതെ. നമ്മളവിടെ ഇപ്പൊ നമ്മൾ ഉദാഹരണം നോക്കിയാല്, ഇന്ത്യ വിഭജനം നടന്ന് 3 രാജ്യങ്ങളായി മാറിയില്ലേ? ബാക്കിയുള്ള 2 രാജ്യങ്ങളെ അവസ്ഥ എന്താ? ഇവിടുത്തെ സംസ്കാരം ഇവിടുത്തെ ആൾക്കാർ ഫോളോ ചെയ്യുന്നത് എന്ത് ഈ രാജ്യം ഇവിടുത്തെ സംസ്കാരം സനാതന ധർമ്മം അല്ല ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയിലെ ഭരണഘടനയാണ് നിലനിൽക്കുന്നത്, അല്ല സനാതന ധർമ്മം കൊണ്ടല്ല. അത് തെറ്റാണ്. ഈ ഭരണഘടന ഇവിടുത്തെ സംസ്കാരത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയതല്ലേ? സംസ്കാരം ഉൾക്കൊണ്ടുണ്ടാക്കിയതാണോ? അല്ലേ? സംസ്കാരം ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ജനാധിപത്യം. അതെ, അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിന് അതെ, ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സംസ്കാരം ഉൾക്കൊള്ളുന്ന പല കാര്യങ്ങളും. സുഹൃത്തെ, ഇന്ത്യയിൽ മാത്രല്ല, നിങ്ങൾ അമേരിക്കയിൽ ജനാധിപത്യല്ലേ? അവിടെ സനാതന ധർമ്മം ഉണ്ടോ? അവിടെ സനാതന ധർമ്മം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവിടെ ആ ഭരണഘടന, ഒരു മിനിറ്റ്, ആ രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്നത് സനാതന ധർമ്മത്തിന്റെ മുകളിലാണോ? അല്ലല്ല, സനാതന ധർമ്മത്തിന്റെ മുകളിൽ. ഈ സനാതന ധർമ്മത്തിലുള്ള ഒരു കാര്യം കൂടി ഞങ്ങൾ കേൾക്കി. സനാതന ധർമ്മത്തിലുള്ള പല കാര്യങ്ങളും അമേരിക്കക്കാർ യോഗ ഫോളോ ചെയ്യുന്നുണ്ട്, ആയുർവേദം ഫോളോ ചെയ്യുന്നുണ്ട്. യോഗയുടെ മുകളിലല്ലോ. ഒരു മിനിറ്റ് സുഹൃത്ത്, യോഗ, ആയുർവേദം, സംഗീതം, ഇത് ഏതെന്ന് വന്നതാണ് നിങ്ങൾക്ക് അറിയോ?
എന്തെന്ന് വന്നതായിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ജനാധിപത്യം, ഇന്ത്യൻ ഭരണഘടന ഉണ്ടായി വന്നത് സനാതന ധർമ്മത്തിൽ നിന്നും സംസ്കാരത്തിൽ നിന്നുമാണ് എന്ന് അതിനൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നേ ഉള്ളൂ. മനസ്സിലായോ? അതിന്ന് ഉരുത്തിരിഞ്ഞു വന്നതല്ല. ഇന്ത്യൻ ഭരണഘടന ഒരിക്കലും ഹിന്ദു സനാതന ധർമ്മത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സാധനമല്ല. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. തെറ്റായിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇതിൽ ഉണ്ടാക്കിയ ആൾക്കാർ, ഈ സംസ്കാരത്തിൽ ജീവിച്ച ആൾക്കാർ, ഇവിടെ ഇന്ത്യയിൽ ജീവിച്ച ആൾക്കാരല്ലായിരുന്നോ? എല്ലാരും ഉണ്ടെന്ന് അതിനകത്ത്. എല്ലാരും ഉണ്ട്. എല്ലാരും ഉൾക്കൊള്ളതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത്. സോ വാട്ട്? അവരുണ്ടാക്കിയത് വേദങ്ങൾ ഗവേഷണം നടത്തിയിട്ടോ ഖുർആൻ ഗവേഷണം നടത്തിയിട്ടോ ബൈബിൾ ഗവേഷണം നടത്തിയിട്ടോ അല്ല. രാജ്യത്ത് നിലവിൽ നിന്ന അതിനകം നിലവിൽ വന്ന ഭരണഘടനകളും ജനാധിപത്യം എന്ന് പറഞ്ഞ സംസ്കാരവും ഇതിനെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്ത് ഏറ്റവും ജനാധിപത്യ രീതിയിൽ ആ കാലത്ത് സാധ്യമായതിൽ ഏറ്റവും ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണഘടനയാണ് നിലവിൽ വന്നത്. അതെ, ഭരണഘടന നിലവിൽ വന്നതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അമെന്റ്മെന്റ് അതുകൊണ്ട് ഇനിയും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇനിയും മാറ്റങ്ങൾ വരുത്താൻ. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മനുഷ്യര് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതെ അതെ അതെ. ഒരു ജനത എന്നുള്ള രീതിയിൽ. അല്ലാതെ പഴംപുരാണങ്ങളിലെ നമ്മള് പറഞ്ഞു കേട്ടിട്ടുള്ള പഴങ്കഥകളുടെ അതിൽ അഭിരമിക്കാനല്ല ജനാധിപത്യ ഭരണഘടനകൾ. അതെ, പഴംപുരാണങ്ങളിലെ പല നല്ല കാര്യങ്ങളും എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ പഴംപുരാണങ്ങളിൽ കുറെ നല്ല കാര്യങ്ങൾ. സുഹൃത്തെ, ഇതാണ് ഇസ്ലാം മത രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട്, ശരീഅത്ത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ആളുകളുടെ അവകാശവാദം ഇത് തന്നെയാണ്. അല്ല, നമ്മൾ ഇതില് ഇപ്പൊ ഇവിടെ ഇത് തമ്മിൽ വ്യത്യാസമില്ലാന്ന്. അതായത് ഇന്ത്യൻ ഭരണഘടനയോ ഇന്ത്യയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പോ തങ്ങളുടെ വേദങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് കണക്ട് ചെയ്തിട്ട് അതുള്ളത് കൊണ്ടാണ് ഇത് സാധ്യമായത് എന്ന അവകാശവാദം എല്ലാ മതങ്ങൾക്കുള്ളതാണ്. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ അവകാശവാദം അനുസരിച്ച് പല ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളും പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദേശത്തു നിന്നാണ് ജനാധിപത്യം ഉണ്ടായി വന്നതെന്നാണ്. അതെ 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 അതെ, ആലോചിച്ചാൽ ശരിയുമാണ്. പക്ഷെ അത് ക്രിസ്ത്യാനിറ്റിയിൽ ജനാധിപത്യം ഉണ്ടോ? ക്രിസ്ത്യാനിറ്റിയിൽ ബൈബിളിൽ നിന്ന് കിട്ടുവോ? പഴയ നിയമത്തിൽ നിന്ന് കിട്ടുവോ? ഇല്ല. പക്ഷെ ഒരു ജനത മുന്നോട്ട് പോകുമ്പോ ആ ജനത പഴമയിൽ എന്തായിരുന്നു എന്നുള്ളത് അവരുടെ സംസ്കാരമായി മാത്രമേ നിലനിൽക്കുള്ളൂ. അല്ലാതെ അവരുടെ നിങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ രീതിയിൽ നോക്കുമ്പോ നമ്മൾ ഇവിടെ ഒരു വേദം എന്ന് പറഞ്ഞ സാധനത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? വേദത്തിനെ പറ്റി എല്ലാ വേദങ്ങളിലും അങ്ങേയറ്റ മനുഷ്യത്വ വിരുദ്ധമായ കുറെ സാധനങ്ങൾ പലതിലുണ്ട്. പലതിലും നല്ല ഉപദേശങ്ങളും ഉണ്ടാവും. അല്ല, വേദത്തിൽ നിൽക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. പറഞ്ഞോളൂ. ഒന്ന് സംഗീതം. വേദങ്ങളിൽ നല്ലതും ചീത്തയും ഉണ്ട്. അതെ, അപ്പൊ എല്ലാത്തിലും ഖുർആനിലും നോക്കൂ. ഇത് ഇസ്ലാമിസ്റ്റുകൾ ഖുർആനിനും ഇസ്ലാമിനും വേണ്ടി വാദിക്കുന്ന അതേ വാദമാണ്. അതെ, സംഗീതം ഇസ്ലാമിസ്റ്റ് അംഗീകരിച്ചതാണോ? സംഗീതം ഇസ്ലാമിസ്റ്റിൽ അംഗീകരിക്കണ്ട. അതല്ലാത്ത കുറെ സാധനങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അടുത്തത് പറഞ്ഞുതരാം, ആയുർവേദം. ഈ സംഗീതം ആർക്കൊക്കെ അഭ്യസിക്കാം? എഴുത്തും വായനയും സനാതന ധർമ്മം അനുസരിച്ച് എഴുത്തും വായനയും ആരാ ചെയ്യേണ്ടത്? ഹിന്ദു ധർമ്മം അല്ലാത്ത ഇന്ത്യൻ സംസ്കാരത്തിലല്ല. ഈ ജാതി വ്യവസ്ഥയെ അംഗീകരിക്കുന്നതാണല്ലോ സനാതന ധർമ്മം. മനുസ്മൃതിയെ കൂടി അംഗീകരിക്കുന്നതാണല്ലോ സനാതന ധർമ്മം. സനാതന ധർമ്മം നിങ്ങൾക്ക് ഈ ഇന്ത്യയിലെ സംസ്കാരം നോക്കുമ്പോ ഒരു പുസ്തകം മാത്രം നോക്കിയാൽ ഞങ്ങൾ പെടും. അത്രയ്ക്കധികം പുസ്തകങ്ങൾ എത്ര ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ സനാതന ധർമ്മം പറഞ്ഞോളൂ. എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ. അതെങ്ങനെയാ? അതായത് മനുസ്മൃതിയിലുള്ള ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉൾക്കൊള്ളുന്ന ഒരു ആശയത്തെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുക? മനുസ്മൃതി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മനുസ്മൃതി ഞാൻ വായിച്ചിട്ടില്ല. ഇല്ലല്ലോ. ഇല്ല. അത് വായിച്ചു നോക്കണേ. അതെ, വേറെ ഇവിടെ ഭഗവത്ഗീത ഉണ്ട്. ഭഗവത്ഗീതയിൽ എന്താ ഉള്ളത്? മഹാഭാരതം ഉണ്ട്. ഭഗവത്ഗീതയിൽ എന്താ ഉള്ളത്? എന്താ ഒരു സാരോപദേശം? എന്താ സാരോപദേശം? എന്താണ്? എങ്ങനെ ഭഗവത്ഗീത തുടങ്ങുന്നത്? ഒന്ന് പറഞ്ഞു കേക്കട്ടെ. എന്താണ് ഭഗവത്ഗീതയുടെ സാരാംശം? പറയും. സാരാംശം എങ്ങനെ ധർമ്മം ചെയ്യണം, ധർമ്മം ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം നമുക്ക്? ധർമ്മം, അതായത് ചെറിയ കാര്യത്തിലല്ല. ഭഗവത്ഗീതയുടെ പശ്ചാത്തലം പറയൂ. ഭഗവത്ഗീത അവിടെ ആ ഉപദേശം കൊടുക്കേണ്ടുന്ന ആ സാഹചര്യം പറയൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ വീണ്ടും ഡീവിയേറ്റ് ചെയ്തു. ഞാനല്ല ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. നിങ്ങൾ ഓരോന്ന് പറയുമ്പോ അതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ സംഗീതം പറഞ്ഞു, രണ്ടാമത് ആയുർവേദം എന്ന് പറഞ്ഞ സാധനം പറഞ്ഞു. ആയുർവേദത്തിന് എന്താ പ്രത്യേകത? ആയുർവേദത്തിന് എന്താ പ്രത്യേകത എന്ന് അറിയില്ല.
ഇല്ല പറയും. എത്രയോ പുരാതനമായിട്ടുള്ള രീതിയിൽ ഇപ്പോഴും ഉണ്ട്. ട്രീറ്റ്മെന്റും പുരാതനമായ കാര്യം. പല ചികിത്സാ സംവിധാനങ്ങളും ഉണ്ട്. ആധുനിക ശാസ്ത്രം അതെ. വികസിച്ചു വരുന്നതിന് മുൻപ് ആ മനുഷ്യർ പലതരം ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അത് ഇന്നും നിലനിൽക്കുന്നുണ്ടോ ഇന്ന് ആയുർവേദം? നിലനിൽക്കുന്ന പലതും ഉണ്ട്. അല്ല, ആയുർവേദത്തിന്റെ കാര്യമാണ് അല്ല, ചോദിച്ചത്. ആയുർവേദം അല്ലാതെയും ഉണ്ട്. അതെ. ആ അപ്പൊ അന്ന് ആയുർവേദം അല്ല, അല്ലാതെ ഞാൻ പറഞ്ഞത് എന്താണ് ആ സോ വാട്ട്? അതൊരു നല്ല ഒരു ആയുർവേദം അതായത് അശാസ്ത്രീയമാണ്. ആയുർവേദം ആരുടെ സംഭാവനയാണ്? ഒരു ഓരോ സംസ്കാരത്തിന്റെ കാലഘട്ടത്തിൽ സംഭാവന. നോക്കൂ, അതെ. ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്ത് ജീവിച്ച ഓരോ മനുഷ്യർക്ക് അവരുടെ സംസ്കാരവും ആ കാലഘട്ടത്തിന്റെ വിശ്വാസമായിട്ട് അവിടെ കല ഉണ്ടായിട്ടുണ്ട്, സംസ്കാരം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ അറബനമുട്ട്, അത് അറേബ്യൻ സംസ്കാരത്തിൽ നിന്ന് വരുന്നതല്ലേ, അതൊരു കലാരൂപല്ലേ? അതെ. ആണ്. സംഗീതം ഉണ്ടായിട്ടുണ്ട്, പല ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ അങ്ങനെ പലതും കഴിഞ്ഞു പോയിട്ടുണ്ട് സുഹൃത്തെ. മനുഷ്യന്റെ ചരിത്രം അതൊക്കെ അതിൽ നിന്നൊക്കെ ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. ഒരു സമൂഹത്തിന് എല്ലാവിധ ഏറ്റവും കൂടുതൽ ഒരു സമൂഹത്തിന് ഫ്രീഡം കൊടുക്കുന്ന മതം ഏതാന്നുള്ളത് ഏതാണ് നിങ്ങൾ പറയും? നിങ്ങൾ അടിസ്ഥാനത്തിലുള്ള അല്ല, ഒരു മതവും കൊടുക്കൂല മനുഷ്യന് സമൂഹത്തിൽ സ്വാതന്ത്ര്യം. എല്ലാ മതങ്ങളും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിടുകയും അതിനെതിരെ നിൽക്കുന്നവരെ നിഷ്കാസനം ചെയ്യുകയും ചെയ്യും. അതാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇന്ത്യയിൽ ജനിച്ച ഒരു ഹിന്ദുവായിട്ട് ജനിച്ച ഒരാൾക്ക് 10 വർഷം 20 വർഷം 50 വർഷം പശുവിനെ കൊല്ലുന്നവനുള്ള ശിക്ഷ എന്താണ്? പശുവിനെ കൊല്ലുന്നതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വേദങ്ങളിൽ നിന്ന് ചോദിക്കുന്നത്, വേദങ്ങളിൽ നിന്ന് ചോദിക്കുന്നത്. പശുവിനെ കൊല്ലുന്നവനുള്ള ശിക്ഷ എന്താണ്? എങ്ങനെ? പശുവിനെ കൊല്ലുന്നവർക്കുള്ള ശിക്ഷ. പശുവിനെ കൊല്ലുന്നവർക്കുള്ള ശിക്ഷ വേദത്തിലുണ്ട്. നിങ്ങൾക്ക് അറിയോ? ഏതെങ്കിലും വേദത്തിലുണ്ടോ നിങ്ങൾക്ക് അറിയോ? വേദത്തിലുള്ളത് ആരും ഇവിടെ നിയമത്തിൽ IPC ആരും ഇതില് പിന്നെ കൊള്ളിച്ചിട്ടും ഇല്ല. ആരെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എവിടെ എത്തി നിങ്ങള്? അല്ല ഇപ്പൊ എവിടെ എത്തി? വേദത്തിൽ നിങ്ങൾ ഇപ്പൊ എവിടെ എത്തി നിങ്ങള്? അല്ല, ഞാൻ നിങ്ങളോട് ഈ IPC എന്താ? എന്ത്? ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നതാണ്. അതെ അല്ലേ? അതിനുശേഷം ഉണ്ടായിരുന്നതാണ്, അല്ലെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായതാണ്. പക്ഷെ ഭരണഘടന അംഗീകരിച്ചു ചില ഭേദഗതികളോടുകൂടി. നോക്കൂ, നിങ്ങൾ വേദത്തിൽ നിങ്ങളോട് വേദത്തിൽ എന്ത് തിന്മയാണുള്ളത് എന്ന് ചോദിക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് വേദത്തിൽ നിന്നൊരു തിന്മയെ കുറിച്ച് ഒരു സൂചന തരുമ്പോ നിങ്ങൾ വേഗം ഇന്ത്യൻ IPCയിലേക്ക് വരുന്നു. അതെ, എല്ലാവർക്കും നല്ലത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേദങ്ങൾ അരിച്ചു പെറുക്കി എടുത്തു വെച്ച നന്മകളല്ല. ഇതാണ് തുടക്കം മുതൽ പറയുന്നത്. നിങ്ങളോട് വേദത്തിലേക്കല്ല ഞാൻ പറഞ്ഞത്. ഇതായത് ഞാൻ പറഞ്ഞത് എന്താ, ഒരു മതത്തിൽ ജീവിച്ച ഒരാളെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഏത് മതത്തിൽ ജീവിച്ച കാര്യം? ഒരാള് മതമായിട്ട് ഒരു മതത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അയാൾക്കുള്ള സ്വാതന്ത്ര്യത്തിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതാ ഞാൻ ചോദിച്ചത്. ഒരു മതത്തിൽ ജീവിച്ച ഒരാൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇനി മനുസ്മൃതി. ഒരു മിനിറ്റ് നിങ്ങളോട് കേക്കി. വേദം പഠിക്കാതെ ഒരു ഹിന്ദുവിന് ജീവിച്ചു? വേദം പഠിക്കാൻ ആർക്കൊക്കെ അവകാശമുണ്ട്? വേദം പഠിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാവർക്കും അവകാശമുണ്ടോ? പിന്നെ സനാതന ധർമ്മം അനുസരിച്ചിട്ട്, ഹിന്ദു ധർമ്മം അനുസരിച്ച് ഒന്ന് പറഞ്ഞുതരും എവിടെയുള്ളതെന്ന്. വേദം ഉണ്ടാക്കിയ ആള് ഏതാ? എഴുതപ്പെട്ടതാരാ? പറഞ്ഞോ. അതെ, അയാള് എത്രത്തോളം സമുദായം. നിങ്ങൾ മനുസ്മൃതി വായിച്ചിട്ടുണ്ടോ? അല്ല, മനുസ്മൃതി വായിക്കണം. ഞാൻ നിങ്ങളോട് വീണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതിലും ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള മതം? ഒരു മതത്തിലും മനുഷ്യന് സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് ഈ പറഞ്ഞത്. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് നിലവിലെ സാഹചര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ നിലവിലെ സാഹചര്യത്തെ കുറിച്ചല്ല, നിങ്ങൾ പുരാണത്തിലും പ്രമാണത്തിലും അല്ലേ നിൽക്കുന്നത്? പുരാണത്തിലും പ്രമാണത്തിലല്ല നിൽക്കുന്നത്. മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാവുന്നത് ആധുനിക ജനാധിപത്യത്തിൽ മാത്രമാണ്. ആ ജനാധിപത്യത്തെ ഒരു സംസ്കാരമായി പുൽകുന്നവർക്ക് മാത്രമാണ്. അതെ, ഞാൻ പറയട്ടെ. അതല്ലാതെ ഒരു ഹിന്ദുത്വ ഫാസിസ്റ്റ് ഐഡിയോളജിയിൽ മുന്നോട്ട് പോകുന്നവർക്ക്, അത് നിങ്ങൾ സനാതൻ ധർമ്മം എന്ന് വിളിച്ചാലും വേറെ എന്ത് പേര് വിളിച്ചിട്ടും കാര്യമില്ല. ഓക്കെ, ഒരു ഇസ്ലാമിസ്റ്റ് ഞാൻ പറയട്ടെ, ഒരു തിയോളജിക്കൽ ഇസ്ലാമിക് സ്റ്റേറ്റ്, ഒരു ശരിയാ നിയമം ഉള്ള രാജ്യമായാലും, ഒരു ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ബൈബിൾ അനുസരിച്ച് പിന്നെ ദൈവ നിയമം അനുസരിച്ച് യാഹ്വയുടെ നിയമം അനുസരിച്ച് നിലനിൽക്കുന്ന ഒരു ഭരണകൂടമായാലും, ഏതെങ്കിലും ഇപ്പൊ മതങ്ങളല്ലാത്ത ഏതെങ്കിലും പ്രത്യയശാസ്ത്രം, മതങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്രം, ഉദാഹരണത്തിന് കമ്മ്യൂണിസം പോലെയുള്ള ഇതായാലും അവിടെ ഒന്നും മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ പഴയ കാലത്തെ ആശയങ്ങളാണ്. ഇതിനൊക്കെ ഒരു ഗോത്രീയ സ്വഭാവം ഉണ്ടാവും. ആധുനിക ജനാധിപത്യമാണ് ഇന്ന് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുന്നത്. ഇപ്പം ബ്രിട്ടനിലൊക്കെ കഥ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ടില്ല. ബ്രിട്ടീഷ് രാജ്ഞി ഇപ്പോഴും പദവി കൊണ്ട് രാജ്ഞിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഒരു പദവിയുണ്ട്. അതിന് താഴെയാണ് പിന്നെ പാർലമെന്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോ ഈ ബ്രിട്ടീഷ് രാജ്ഞിയാണ് അവിടുത്തെ പ്രഥമ പൗര, അല്ലെങ്കിൽ രാജാവാണെങ്കിൽ അയാള്.
ആ വ്യക്തിയെ പിന്നെ വിമർശിക്കാൻ ആ രാജ്യത്തെ ഏതൊരു സാധാരണ മനുഷ്യനും അവകാശമുണ്ട്. ആ അവകാശം ആരെങ്കിലും ഹനിച്ചാൽ അയാൾക്കെതിരെ നിയമ നടപടി എടുക്കും. മനസ്സിലായോ? അപ്പം ബ്രിട്ടനിലെ ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ജനാധിപത്യത്തിന്റെ ഭംഗി പറഞ്ഞാണ്. ജനാധിപത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരനായിട്ടുള്ള ഒരാൾക്കെതിരെ ഞാനും നിങ്ങൾക്ക് അനുഭവിക്കുന്നതല്ലേ ജനാധിപത്യത്തിന്റെ ഭംഗി? അല്ല, അതാ പറഞ്ഞത്. അതാണ് പറഞ്ഞുവരാം. അതായത് അങ്ങനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ നിശിതമായി വിമർശിക്കാൻ അതിന് പ്രത്യേക സ്ഥലം, സംവിധാനം വരെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അയാൾക്ക് എന്തെങ്കിലും സുരക്ഷാ ഭീഷണി ഉണ്ടാവുമെങ്കിൽ അതേ ഭരണകൂടത്തിന്റെ നിയമ സംവിധാനം അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. അത് ഭരണാധികാരിയെ വിമർശിക്കാൻ തെരുവിൽ നിൽക്കേണ്ടി വന്നാൽ ആ തെരുവിൽ നിൽക്കുന്ന ആൾക്കെതിരെ എന്തെങ്കിലും അക്രമം ഉണ്ടാവുന്ന ഒരു സൂചന ഉണ്ടെങ്കിൽ അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ഭരണകൂടം കാവല് നിൽക്കും. അതാണ് ജനാധിപത്യത്തിന്റെ ഭംഗി. അതല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനാധിപത്യ സംസ്കാരം. ഇന്ത്യയിൽ നിലവിൽ ജനാധിപത്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ സംസ്കാരമായി മാറിയിട്ടില്ല. ഏറെയും കുറഞ്ഞുണ്ട് അവിടെ ഇവിടെയൊക്കെ. നിങ്ങൾ കാണുന്ന ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യമല്ല ജനാധിപത്യ സംസ്കാരം എന്ന് പറയുന്നത്. അത് വേറെ തന്നെ ഒരു സാധനമാണ്. അത് നിങ്ങൾ ഒരു മതഗ്രന്ഥത്തിലും വെറുതെ തെരഞ്ഞ സമയം കളയണ്ട, അതിലില്ല. ഞാൻ സ്വാതന്ത്ര്യത്തിനെ പറ്റി സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞത്, മനുഷ്യർക്ക് ഇപ്പൊ നിലവിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുക, വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുക ആധുനിക ജനാധിപത്യം ഒരു സംസ്കാരമായി നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ മാത്രമാണ്. ഞാൻ പറയുന്നത് ഒരു മതത്തിൽ ജീവിച്ചാൽ അതിന്റേതായ സ്വാതന്ത്ര്യം, മതത്തിൽ ജീവിച്ചിട്ട് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളതാണ്. കുറെ മതങ്ങളുണ്ട് ഇവിടെ, 9 10 അതിലും കൂടുതൽ. സുഹൃത്തെ, അങ്ങനെ താരതമ്യേനെ പിന്നെ എന്താ പറയാ, മൂക്കില്ല രാജ്യത്തെ മുറിമുക്കൻ രാജാവ് സിദ്ധാന്തം നിങ്ങൾ പറയുന്നേ? അല്ല, ഞാൻ പറയുന്നത് ഫുള്ള് കേട്ട. ഈ മതങ്ങളുടെ രാജ്യങ്ങളൊക്കെ മുറിമൂക്കന്മാരാണ്. സമ്മതിച്ചു. ഓക്കെ, അത് ഏറിയും കുറഞ്ഞും വരും. അതെ, ഇപ്പൊ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക്, അയാളെ സംബന്ധിച്ച് അയാൾക്ക് അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. കാരണം എന്താ, അയാള് ആ രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കാണ്. ആ രാജ്യത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ അയാൾ അതിന് കീഴ്പ്പെട്ട് ജീവിച്ച അയാൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അയാളെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. അതുപോലെയല്ല ഞാൻ പറയുന്നത്. ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക്, അതായത് ഈ ഒരു വേറൊരു മതത്തിൽ ജീവിച്ചപ്പോ, ഉദാഹരണത്തിന് ഹിന്ദു മതം എന്ന് പറയുന്ന മതത്തിൽ ജീവിക്കുന്ന ആൾക്ക് ഭക്തിയോടുകൂടി അമ്പലത്തിൽ മരണം വരെ പോകാനും, മരണം വരെ ഭക്തി ഇല്ലാതെ സ്വന്തം ഇഷ്ടം പ്രകാരം തോന്നുന്ന സമയത്ത് പോകാനും, വേണമെങ്കിൽ മാത്രം ഭക്തിമാർഗം സ്വീകരിക്കാനും, വേണമെങ്കിൽ മാത്രം വിശ്വസിക്കാനും, വേണ്ട പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഒരു മതം അയാൾക്ക് മരണം വരെ കൊടുത്തിട്ട്. ഹിന്ദു സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൽ അത് ഉണ്ടായിരുന്നു. അതിനാർക്കും തർക്കമില്ല. അതുകൊണ്ട് അത് ഏറ്റവും മികച്ചതാവുമോ? നിങ്ങൾക്ക് ഇസ്ലാമുമായിട്ടും ക്രിസ്ത്യാനിറ്റി ആയിട്ടും നിങ്ങൾക്ക് ഇസ്ലാമുമായും ഇസ്ലാമിന്റെ ആദ്യകാലവുമായും ക്രിസ്ത്യാനിറ്റിയുടെ കാലവുമായി ഒക്കെ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതേ സമയത്ത് നിങ്ങൾ ഹിന്ദു എന്നതിലേക്ക് വന്നിട്ട് ഒരു 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 ദളിതൻ അല്ലെങ്കിൽ ഈ പിന്നെ ജാതി വ്യവസ്ഥയിൽ താഴെ നിൽക്കുന്ന ആളുകൾ, അയാള് വേദം കേട്ടാൽ അയാളുടെ ചെവിയിൽ ഈയം ഒഴിക്കണം എന്ന് എഴുതി വെച്ച പുസ്തകങ്ങൾ നാട്ടിലുണ്ട്. ഇതേ ഭാരതത്തിലുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉയർന്ന ബ്രാഹ്മണൻ ഇരിക്കുന്നിടത്ത് കയറിയിരുന്നവന്റെ പൃഷ്ഠം ഛേദിക്കണം എന്ന് എഴുതി വെച്ച ഭാരതീയ ഗ്രന്ഥങ്ങളുണ്ട്. കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ എന്ത് സ്വാതന്ത്ര്യം നോക്കൂ. ഒരു നാട്ടിലെ നിയമം അത് എത്ര ഭീകരമായ നിയമമാണെങ്കിലും, എത്ര മനുഷ്യത്വ വിരുദ്ധമായ നിയമമാണെങ്കിലും, ആ നിയമത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവനെ സംബന്ധിച്ച് അവന് സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായോ? ഇവിടെ നിക്ക് ഈ ഭാരതീയ സംസ്കാരം, ഒരു മിനിറ്റ്, ഇത് അത്ര മഹനീയമായ സംസ്കാരം അല്ല. ഓക്കെ, ഈ പറഞ്ഞ വിശ്വാസധാര അത് ചില ആളുകൾക്ക് ആ പ്രിവിലേജ് ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് പറയട്ടെ. നിങ്ങൾ സംസ്കാരം അല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയാം. എനിക്കും നിങ്ങൾക്കൊക്കെ എല്ലാ സ്വാതന്ത്ര്യം തരുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ. നമുക്ക് എന്ത് സംസ്കാരം? എന്ത് സംസ്കാരത്തെ കുറിച്ചാ പറയുന്നത്? ഇപ്പൊ വേറെ ചില മതരാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക്, സുഹൃത്തെ, നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഇതിലേക്ക് വരാം. ഇപ്പൊ ഇസ്ലാമും ഹിന്ദു, ഞാനൊരു ഇസ്ലാം മത വിമർശകനാണ്. നിങ്ങളൊരു ഹിന്ദു മത വിശ്വാസിയാണ്. ഒരു ഇസ്ലാം മത വിമർശകൻ എന്ന രീതിയിൽ പോലും ഒരു മിനിറ്റ്, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക്, ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ അംഗീകരിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക്, എല്ലാ മനുഷ്യർക്കും ഒരു പള്ളിയാണ്, ഇപ്പൊ ഒരു ആരാധനാലയാണ്. അവിടെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജാതി, മതം, മീൻസ് ജാതി, വർണ്ണം, നിറം, സമ്പത്ത്, ഒരു വേർതിരിവില്ല. ഇന്ത്യയുടെ സംസ്കാരത്തിലോ? ഒരു ആരാധനാലയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞേ.
ഇന്ത്യയിലെ സംസ്കാരത്തിൽ അതായത് ഏറ്റവും നല്ല മാറ്റങ്ങൾ ഉൾക്കൊണ്ടപ്പോ എല്ലാ ജാതി മതസ്ഥർക്കും എല്ലാ അമ്പലത്തിലും ഇപ്പൊ പോകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടതിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കണേ. അല്ല പുരാതനമായ പുണ്യപുരാതനമായ അല്ല ആ പൂർവ്വകാലത്തെ ആണ് ഞാൻ ചോദിച്ചത്. ഇടയ്ക്ക് കാലഘട്ടങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏത് അത് കാലഘട്ടത്തിൽ? അത് മാറ്റാനും ഇതേ സമുദായം തന്നെ മുന്നോട്ട് വന്നു. ആരാണ് ജാതി വിവേചനത്തിനെതിരെ സമരം നയിച്ച ഒരു ഉയർന്ന ജാതിക്കാരനായ ഹിന്ദുവിന്റെ പേര് പറയും, ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ? മതത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കെ കേളപ്പൻ അങ്ങനൊക്കെ ഒരുപാട് പേര് അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കെ കേളപ്പൻ ആരാണ്? അല്ല വീട്ടി ഭട്ടതിരിപ്പാടും വീട്ടി ഭട്ടതിരിപ്പാട് വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? വീട്ടി ഭട്ടതിരിപ്പാട് സ്വന്തം സമുദായത്തിൽ നിന്ന് ഒരു വിധവേനെ കല്യാണം കഴിച്ച് മുന്നോട്ട് വന്ന് ആള് എന്തായിരുന്നു അയാൾ പ്രാക്ടീസ് ചെയ്തിരുന്നതെന്ന്? അയാൾ മതത്തിന്റെ അഡ്രസ്സിലാണോ വന്നത്? അതോ എന്തെങ്കിലും രാഷ്ട്രീയമായ ആക്ടിവിസം ആയിരുന്നോ? അത് സമുദായത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ തുടച്ചു നീക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ്. അല്ലേ? അല്ലേ? അത് എന്തിനെതിരായിട്ടാണ് വന്നത്? അയാൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടില്ല. അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ താരതമ്യാണ് സുഹൃത്തെ. അതെ ഞാൻ പറയുന്നത്, നമുക്കിപ്പോ ഈ രാജ്യത്ത് കിട്ടുന്ന എല്ലാ, ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഞാൻ കുറച്ച് ആൾക്കാരെ പേര് പറയാം. കൽബുർഗീനെ അറിയോ? അറിയാം. ആൾക്ക് എന്താ സംഭവിച്ചത്? അയാൾക്ക് മരണം സംഭവിച്ചു. എന്തിന്റെ പേരില്? ഒരു പുസ്തകമായിട്ട് ബന്ധപ്പെട്ട. എന്തായിരുന്നു പുസ്തകത്തിന്റെ ഇതിവൃത്തം, ഉള്ളടക്കം? അല്ല, ആളെ പേര് കുറച്ചുകൂടെ ആൾക്കാരെ പേര് പറയുന്നത് നമ്മള് കുറച്ച് അധികം ആൾക്കാരെ പേര് തന്നെ പറയാലോ. അത് ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞതാ. ഈ 2024 നമ്മൾ സംസാരിക്കുന്നത്. ഇതിന് ഒരു 10 വർഷത്തിനകത്ത് കൊല്ലപ്പെട്ട മനുഷ്യരുണ്ട്, ഇല്ലേ? ഇവരൊക്കെ എന്ത് പാതകമാണ് ചെയ്തതെന്ന് അറിയോ? നമ്മളെ നാട്ടിൽ നിലനിൽക്കുന്ന ജനാധിപത്യ ഭരണകൂടത്തിന് കീഴിൽ പൗരന് അഭിപ്രായ സ്വാതന്ത്ര്യം പൂർണ്ണമായി വകവെച്ചു കൊടുക്കുന്ന ഒരു ഭരണകൂടത്തിന് കീഴിൽ ജീവിച്ചുകൊണ്ട് രാഷ്ട്രീയമായ അഭിപ്രായം രേഖപ്പെടുത്തിയതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. എക്സ്ട്രീമിസ്റ്റുകൾ എല്ലാ രാജ്യത്തിനും പ്രശ്നക്കാരാണ്. എല്ലായിടത്തും എക്സ്ട്രീമിസ്റ്റുകളാണ് പ്രശ്നം. അല്ലാതെ ഗ്രന്ഥം എഴുന്നേറ്റ് വന്ന ആരും കൊല്ലൂല. അതില്ല. ഉറപ്പല്ലേ? മനുസ്മൃതി എഴുന്നേറ്റ് വന്ന ആരും പൃഷ്ഠം കണ്ടിക്കൂല. ഇല്ലല്ലോ. അഥർവവേദം എഴുന്നേറ്റ് വന്നിട്ട് ഒരു മിനിറ്റ്, അഥർവവേദം പുസ്തക രൂപത്തിൽ, ഒരു മിനിറ്റ് സുഹൃത്തെ, അഥർവവേദം പുസ്തക രൂപത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് പശുവിനെ കൊന്നവനെ കൊല്ലൂല. ഒരു ഖുർആനും ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒരു ഖുർആനും എഴുന്നേറ്റ് വന്നിട്ട് എവിടെയും ആരും കൊല്ലൂല. എല്ലാത്തിന്റെയും ഇതെന്തോ മഹാസംഭവമാണ്, ഇത് ചക്കരയാണ്, ഞങ്ങളത് ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിക്കുകയും ഇതിൽ എക്സ്ട്രീം ആയിട്ട് ചിന്തിക്കുകയും ഇതല്ലാത്തതൊക്കെ പ്രശ്നമാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്തവനെ വെച്ചേക്കൂല എന്ന് ചിന്തിക്കുന്ന എക്സ്ട്രീമിസ്റ്റുകൾ എല്ലാത്തിലും ഉണ്ടാവും. അതാണ് പ്രശ്നം. അപ്പൊ എവിടെ സ്വാതന്ത്ര്യം കിട്ടുക? ഞാൻ പറഞ്ഞുതരാം. എവിടെ സ്വാതന്ത്ര്യം കിട്ടുക? മനുഷ്യൻ എപ്പോഴാ സ്വതന്ത്രനാവുക? മനുഷ്യൻ അറിവിലൂടെ എല്ലാവിധ അറിവും കിട്ടണം, ഇല്ലേ? അറിവിലൂടെ മനുഷ്യൻ ആർജിക്കുന്ന സംസ്കാരമുണ്ട്. അത് പുണ്യപുരാതന ഗ്രന്ഥങ്ങളുടെ മുകളിൽ അടയിരുന്ന കിട്ടുന്ന സാധനമല്ല അറിവ്. അതൊന്നല്ല ആധുനികമായിട്ടുള്ള അറിവുകൾ, ഏറ്റവും ആധുനികമായിട്ടുള്ള. അപ്പൊ ഇന്ന് നമുക്ക് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഏറ്റവും കൂടുതൽ വകവെച്ചു കൊടുക്കുന്ന സംവിധാനങ്ങൾ, രാഷ്ട്ര സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും മത അധിഷ്ഠിതമോ മതത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ച രാഷ്ട്രങ്ങളോ അല്ല. മതത്തിനു വേണ്ടി അല്ലെങ്കിൽ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഏതെങ്കിലും പുരാതന സംസ്കാരത്തെ പുൽകാൻ വേണ്ടി നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിലും അല്ല. അത് കിട്ടുക ആധുനിക ജനാധിപത്യമുള്ള രാഷ്ട്രങ്ങളിലാണ്. അവിടെ മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് നമ്മൾ എത്തി നിൽക്കുന്ന ഭാഗം. അപ്പൊ ഇതിന്റെ പുറകിലേക്ക് നോക്കിയാൽ, ഇപ്പം നിങ്ങൾ 6000 വർഷം പഴക്കമുള്ള ഒരു ജനതയെ നോക്കിയിട്ട് ആ കാലഘട്ടത്തിൽ പല ദേശത്ത് ജീവിച്ച മനുഷ്യർക്കിടയിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് കമ്പയർ ചെയ്യുന്നതിൽ ഒരു ലോജിക്കും ഇല്ല. ഞാൻ വേറെ കാര്യം, നിങ്ങൾ പറഞ്ഞ മനുസ്മൃതി, ഇങ്ങനത്തെ വേറൊരു കൂടി പറഞ്ഞല്ലോ, മനുസ്മൃതിയും പിന്നെ ഞാൻ അഥർവവേദാണ് പറഞ്ഞത്. മനുസ്മൃതി അഥർവവേദങ്ങളൊന്നും ഈ ഇവിടുത്തെ 1000 വീടുകൾ എടുത്താൽ 5 വീടുകൾ പോലും ഉണ്ടില്ല. അതായത് ആരും പ്രത്യേകിച്ച് ഫോളോ ചെയ്യുന്നില്ല. അത് അത്രയും പഴയതാണോ? അല്ല, പുസ്തകം പഴയതാണ് വെച്ചിട്ട് അതിന്റെ പുതിയ പതിപ്പ് ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടൂല. മനുസ്മൃതി എപ്പോഴും വാങ്ങാൻ കിട്ടും. പക്ഷെ വാങ്ങാൻ കിട്ടും, ആരും ഫോളോ ചെയ്യുന്നില്ല. ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഖുർആൻ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അതെന്തിനാന്നറിയോ? നിങ്ങൾ ഈ സന്ധ്യാനാമം ചെല്ലൂലേ ചില ഹിന്ദു വീടുകളിലൊക്കെ? അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണ് എല്ലാരും ചെല്ലണേ. ഓരോരോ മങ്ങൾ പറിച്ചെറിയവേ രാമനോ തോർത്തില്ല എന്ന് പറഞ്ഞ നമ്മള് സിനിമയില് തമാശ കണ്ടിട്ടില്ലേ? അതേപോലെ ചൊല്ലി പറയുന്ന സാധനം.
അതേ രീതിയിൽ പാരായണം ചെയ്യുന്നാൽ പുണ്യം കിട്ടും എന്ന് വിചാരിക്കുന്ന പിന്നെ വിശ്വാസികളാണ് ലോകത്തുള്ള ഇസ്ലാം മത വിശ്വാസികൾ ഭൂരിപക്ഷം. മനസ്സിലായി? അവർക്കിത് ഒരു മിനിറ്റ്, അവരൊന്നും ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് ഇത് അങ്ങനെ അപ്പടി ജീവിതത്തിൽ പകർത്തണമെന്ന് വിചാരിക്കുന്നവരല്ല എല്ലാവരും. ഇത് സ്ഥാപിച്ചിട്ട് എല്ലാ ജനതയും ഇതിന് കീഴ്പ്പെടുത്തിയാൽ ലോകത്ത് സമാധാനം ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന എക്സ്ട്രീമിസ്റ്റുകളുണ്ട്. അത് ഇസ്ലാമിലുണ്ട്. ഇന്നും പോലും നമുക്ക് ക്രിസ്ത്യാനിറ്റിയിൽ അത് കാണാൻ പറ്റും. റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ RSSകാരെ പോലെയുള്ള സംഘപരിവാർ അജണ്ടയുള്ള ആളുകളുണ്ട്. അവർ പറയുന്നത് ആർഷഭാരത സംസ്കാരം തിരിച്ചു കൊണ്ടുവരണം എന്നാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഒരു 80%-70% വീടുകളിലെയും പുസ്തകങ്ങളൊന്നും ഇല്ല. ആരും സന്ധ്യാനാമം ജപിക്കാത്ത ഒരുപാടുണ്ടാവും. അതൊക്കെ ഉണ്ടാവുന്നത് അതിപ്പോ നിങ്ങൾ നോക്കൂ, നിങ്ങൾ പുറത്തുനിന്ന് കാണുന്നതാണ്. അതാണ് ഭൂരിപക്ഷം ഇവിടെ ഉള്ളത്. ആയിക്കോട്ടെ, ഞാൻ പറയാം. ഈ ഇസ്ലാം മതത്തിന്റെ കമ്മ്യൂണിറ്റിക്ക് അകത്തേക്ക് നിങ്ങൾ പ്രവേശിച്ച് നോക്കിയാലും ആഴ്ചയിൽ വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ടാവും. അതെന്തിനാ? ഒരു സോഷ്യൽ ലിങ്കിന് വേണ്ടി പോണതാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ നാട്ടുകാർ കാണൂല എന്ന് വിചാരിച്ചു പോകുന്നവര്. അപ്പൊ മനുഷ്യരുടെ വിശ്വാസം അങ്ങനെ തന്നെയാണ് എല്ലാ സമൂഹങ്ങളിലും. മതസമൂഹങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കും. മതത്തിന്റെ പൗരോഹിത്യം എല്ലാ മനുഷ്യരെയും മതത്തിൽ നിർത്താൻ ശ്രമിക്കും. എല്ലാ അമ്പലങ്ങളിലും വേദപഠന ക്ലാസ്സുകൾ ഉണ്ടാവും. എന്നിട്ട് നാമം ജപിക്കാത്ത വീടുകളിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവും, അങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്ന സ്വാമിമാരുണ്ടാവും, ഗുരുക്കന്മാരുണ്ടാവും. അത് ഇസ്ലാമിലും ഉണ്ട്, അത് ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, അത് എല്ലാത്തിലും ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഇത് നാമം ജപിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വീട് പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. വീട് അങ്ങനെ അതങ്ങനെയല്ല. ഇത് എന്ന് പറഞ്ഞാല് ഇത് കുറെ മുന്നേ ഫോളോ ചെയ്യുന്ന ആരോ ഫോളോ ചെയ്യുന്ന എന്തിനോ ഫോളോ ചെയ്യുന്ന ഇപ്പോഴും ഒരു പുസ്തകം വായിക്കും. നോക്കൂ, നിങ്ങൾ ഇപ്പോഴും കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് കമ്പയർ ചെയ്യുന്നത് നമ്മളെ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, കമ്പയർ ചെയ്യാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ പുസ്തകങ്ങളൊക്കെ കാലഹരണപ്പെട്ടു പോയതാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ ഇത് തർക്കിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഞാൻ നിങ്ങളോട് പുസ്തകങ്ങൾ കാലഹരണപ്പെട്ടു എന്ന് പറയില്ല. കാരണം ഇപ്പോഴും എല്ലാ പുസ്തകങ്ങളും അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇപ്പൊ ആയുർവേദം ആരെങ്കിലും ഫോളോ ചെയ്യും? ആയുർവേദം കാലഹരണപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായമാണ്. കാലഹരണപ്പെട്ടതാണ്. നിങ്ങൾ ഇന്ന് നാളെ ഇറങ്ങിയിട്ട് ഈ ഉദാഹരണത്തിന് കോട്ടക്കൽ അരിവശാലന്റെ എല്ലാ സെന്ററുകളിലൊന്നും പോവാം. കാലഹരണപ്പെട്ടതിന്റെ മുന്നിൽ ഇന്നും വെറുതെ ആൾക്കാരുടെ ഇഷ്ടം പോലെ ഒരു ഉപകാരമില്ലാത്ത നിങ്ങൾ നാളെ പറഞ്ഞു തരാം. ഞാൻ പറയട്ടെ, കാന്തപുരം AP അബൂക്കർ മുസ്ലിയാരുടെ അവിടെ ഒരു പള്ളിയില് പ്രവാചകന്റെ മുടിയാണെന്നും പറഞ്ഞിട്ട് ഏതോ ഒരു മുടി കൊണ്ടുവച്ചിട്ട് അത് മുക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട്, അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിന്നുണ്ട്, അതിൽ നിന്ന് എടുക്കുന്ന വെള്ളം എന്ന് പറഞ്ഞ് കുപ്പിയിൽ വെള്ളമാക്കിയിട്ട് 500, 1000, 10,000 കൊടുത്ത് അത് വാങ്ങിക്കൊണ്ട് ഈ രോഗം മാറും എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. നിങ്ങൾ പറഞ്ഞ ഫുള്ള് നിങ്ങൾ കേൾക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ മുടിയിലേക്ക് എത്തി. ഞാൻ പറഞ്ഞത് എന്താ, നാളെ നിങ്ങൾ ഇറങ്ങിയിട്ട് കോട്ടക്കൽ അരിവശാലിന്റെ മുന്നിൽ നിങ്ങൾ അറിയുന്ന 4 ആളെ വിടുക. നിങ്ങൾ അവിടെ മരുന്ന് കുടിക്കുന്ന ആളോട് നിങ്ങൾക്ക് ഇതുകൊണ്ട് കുടിച്ചിട്ട് മാറ്റണ്ടോ? 100 ആളടുത്ത് ഞാൻ നിങ്ങൾക്ക് 100 ആളെ കാണിച്ചു തരാം. AP അബൂക്കർ മുസ്ലിയാർ പറഞ്ഞുതരാം. AP അബൂക്കർ മുസ്ലിയാർ മുടി മുക്കി കൊടുക്കുന്ന വെള്ളം കുടിച്ച അസുഖം മാറിയ ആൾക്കാരെ ഞങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഈ വെള്ളം കുടിച്ചിട്ട് കാണിച്ചു തരാം. അനുഭവസ്ഥർ കാണിച്ചു തരാം ഞങ്ങൾക്ക്. CM വലിയുല്ലാഹി എന്ന് പറഞ്ഞ പണ്ടൊരു ഷെയ്ഖ് ഉണ്ടായിരുന്നു, മടവൂര് എന്ന് പറയണേക്കുണ്ട്. അയാൾ അസുഖം മാറ്റിയ ആൾക്കാരെ അനുഭവ സാക്ഷ്യം പറയുന്ന, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലുണ്ട്. അതില് റിയൽ ലൈഫിൽ മനുഷ്യന്മാര് വന്നിരുന്ന് പറയാണ്, ഇന്ന അസുഖം ഉണ്ടായിരുന്നു, ഇന്ന ഡോക്ടർ തള്ളി. പറയട്ടെ, ഇന്ന ഡോക്ടർ തള്ളി. ഞാൻ ഇതിനെ കമ്പയർ ചെയ്യല്ല. ഏറിയും കുറഞ്ഞും ഒന്ന് എക്സ്ട്രീം ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ആയുർവേദത്തിൽ ഒരു കാലഘട്ടത്തിന്റെ ചികിത്സാ സമ്പ്രദായമായിരുന്നു ആയുർവേദം, സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും. അല്ല, അങ്ങനെയാണെങ്കിൽ PK വാര്യരില്ലേ, വാര്യർ ക്യാൻസർ വരെ അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മളെ അലോപ്പതിയിൽ കട്ട് ചെയ്ത് ഒഴിവാക്കി. സുഹൃത്തെ, ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു മിനിറ്റ്, നമ്മൾ കീമോതെറാപ്പി കട്ട് ചെയ്ത് റേഡിയേഷൻ കൊടുത്ത് മാറ്റണ ഈ കാലഘട്ടത്തില് അതേ ക്യാൻസറിന് അയാൾ അവിടെ നിന്ന് മാറ്റി പഴുപ്പിച്ച് അതിലുള്ള എല്ലാ ഇതും പോർക്കിയിട്ട്, ഞാൻ അറിയുന്നത് തന്നെ കോഴിക്കോട് ഭാഗത്ത് തന്നെ ഒരാളുണ്ട് ഈ കീമോതെറാപ്പി ചെയ്യാതെ നിലവിൽ ആ മരുന്ന് കുടിച്ച് ജീവൻ. ഞാൻ പറയുന്നത് എന്താ പറയാ, കണ്ണൂര് ഒരു സത്താറിന് ഡെയിലി 3 ഡയാലിസിസ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ മരുന്ന് മീൻസ് അത് ഇപ്പൊ ഒന്നും വേണ്ട 3 വേണ്ട നമ്മള് AP അബൂക്കർ മുസ്ലിയാരി നോളജ് സിറ്റിന്റെ ഇതില് പറഞ്ഞിട്ട് ആ സത്താർ അസുഖം മാറി എന്നാ പറയപ്പെടുന്നത്. എന്താ ചെയ്യാ നമ്മള്? നമുക്ക് ചെക്ക് ചെയ്യണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതും ചെക്ക് ചെയ്യണം. അതായത് ആധുനിക വൈദ്യശാസ്ത്രം ഒരു തരത്തിലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ക്യാൻസർ പേഷ്യന്റിന് ഏത് വാര്യരായാലും
അത് പിന്നെ ആയുർവേദത്തിലെ ചികിത്സയിലൂടെ മാറ്റിയെങ്കിൽ അത് ലോക മഹാത്ഭുതമാണ്. അതിന് എവിഡൻസ് ഉണ്ടാവും. ഈ എവിഡൻസ് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? എവിഡൻസ് പരിശോധിച്ചു പറഞ്ഞാൽ അതായത് നമ്മളെ മെയിൻ ആയിട്ടുള്ള മാതൃഭൂമി, മനോരമ ഇങ്ങനത്തെ പത്തിയിലാണ് ഇവരെ പറ്റിയുള്ള രോഗങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ന്യൂസിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പലതും വരും. ഈ ആൾ ദൈവങ്ങളുടെ, അതേപോലെ ശുശ്രൂഷകരുടെ, അതേപോലെ ഈ ഔലിയാക്കന്മാരുടെ, ഇവന്മാരുടെ ഒക്കെ പരസ്യം പൈസ കൊടുത്ത മാതൃഭൂമി മനോരമയും പ്രസിദ്ധീകരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്നാലേ ഈ ആയുർവേദത്തിന്റെ കാര്യത്തിലും ഈ സംഗീതത്തിന്റെ കാര്യത്തിലൊക്കെ തെറ്റിട്ടുണ്ട്. സംഗീതത്തിന്റെ കാര്യത്തിൽ എന്താ? സംഗീതം എല്ലാ നാട്ടിലും കലയും സാഹിത്യവും സംഗീതമൊക്കെ ഉണ്ട്. അത് മനുഷ്യന്റെ പിന്നെ ഒരു എന്താ പറയാ ഒരു അനുഭൂതിയാണ്. മനുഷ്യന് അതൊരു ഇത് കിട്ടുന്ന സാധനമാണ്. അതേപോലുള്ള ഏറ്റവും അതായത് പുരാതനമായി എന്നതുകൊണ്ട് ഒരു മിനിറ്റ്, ഒരു കാര്യവും പുരാതനമാണ് എന്നതുകൊണ്ട് മഹത്തരമാകാൻ ഇത് മണ്ണിൽ കുഴിച്ചിട്ട വാറ്റുചാരായൊന്നല്ലല്ലോ. അല്ല. അതെ, നിങ്ങൾ കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞ ആയുർവേദത്തിന് ഇന്നും അതായത് പല കാലഹരണപ്പെട്ട ആയുർവേദത്തിന് ഇന്നും ചിലപ്പോ പനിയും ചുമയും മാറ്റാൻ കഴിയുന്നുണ്ടാവും. ഓക്കെ. കപ്പിംഗ് എന്ന് പറയുന്ന ഒരു ചികിത്സാ സമ്പ്രദായം ഉണ്ട്. കപ്പിംഗ് തെറാപ്പി. അതേപോലെ അത്തരം തെറാപ്പികൾ ഇന്നും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഫലം കിട്ടുന്നു പറയുന്നു, ഇല്ലേ? ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുന്നുണ്ടാവും. അങ്ങനെയല്ല ആധുനിക ലോകത്ത് ശാസ്ത്രീയമായിട്ട് ഒരു കാര്യം പ്രൂവ് ചെയ്യുന്നതും അത് ജെനുവിൻ ആണോ, അത് മീൻസ് ഫലപ്രദമാണോ അല്ലേ എന്ന് പരിശോധിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് പനി വന്നു, എനിക്ക് പനി വന്നു. പാരസെറ്റമോളാണ് കഴിക്കണമെങ്കിൽ, ഒരേ തരത്തിൽ ഒരേ കാരണം കൊണ്ടുള്ള പനിയാണെങ്കിൽ അതിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് ഒരേ പ്രായത്തിലും ഒരേ കാലാവസ്ഥയിലും ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഫലിക്കും. മനസ്സിലായോ? ഞാൻ പറഞ്ഞ നമ്മളൊരു കാലിന്റെ എല്ല് പൊട്ടിയാല് മറ്റോടത്ത് കമ്പി ഇട്ടിട്ട് മാറ്റാം, കമ്പി ഇടാതെയും ഇവര് മാറ്റിയ ഒരുപാട് സുഹൃത്തെ അന്ന് അതിനുള്ള അതായത് അതാ ഞാൻ പറഞ്ഞ ഒരു കാലഘട്ടത്തിന്റെ ശാസ്ത്രമാണ് ആയുർവേദം, സംശയമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ മികച്ച സംവിധാനം വരുമ്പോ ഇത് കാലഹരണപ്പെടും, സ്വാഭാവികമാണ്. അല്ല, ഇപ്പോഴും ഇതിന്റെ പ്രാധാന്യം ഉണ്ടോ ഇല്ലേ? നമുക്ക് ഇതിന്റെ പ്രാധാന്യം കാണണമെങ്കിൽ 2 ഹോസ്പിറ്റലിന്റെ മുന്നിൽ പോയി നോക്കിയാൽ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലുകളുടെ മുമ്പിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ആൾദൈവങ്ങളുടെ മഠങ്ങളുടെ മുമ്പിലുണ്ട്. ആളുകൾ അവിടെ എത്ര വരും? ഒരു ഉപകാരമില്ലാതെ ആൾക്കാരൊക്കെ പോകുമോ എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ ഉത്തരം പറയാ? അതെന്താ നിങ്ങൾ പറഞ്ഞു? ഈ അടുത്ത് ഉത്തരേന്ത്യയില് ഒരു സ്വാമിയുടെ പ്രാർത്ഥനാ സംഗമത്തില് എത്ര മനുഷ്യന്മാര് മരിച്ചു. മനസ്സിലായി? ഒരു ഉപകാരമില്ലാതെ ആ സ്വാമിന്റെ അടുത്ത് ആൾക്കാർ പോകുമെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയാ? ഇത് പ്രതീക്ഷയാണ് മനുഷ്യന്റെ. മനസ്സിലായോ? ഇത് ഞാൻ പറയാം, ഞാൻ ചെറിയ പ്രായത്തിൽ ഞാൻ കോട്ടക്കൽ ആയുർവേദശാലയിൽ നിന്ന് മരുന്ന് കഴിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആ അസുഖം എന്നും എനിക്കിപ്പുണ്ട്. അത് ചിലപ്പോ എന്താ പറയാ എന്റെ അസുഖം പിന്നെ എനിക്കത് ഞാൻ പറയുന്നത് നാച്ചുറോപ്പതി ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, എനിക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ഇത് ഒരാള് പരീക്ഷിക്കുന്നതോ ഒരാൾക്ക് ആശ്വാസം കിട്ടിയെന്ന് തോന്നലുണ്ടാവുന്നതോ അല്ല ശാസ്ത്രീയമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോ ഡോക്ടറെ കാണിച്ചു, നമ്മള് മറ്റേ വണ്ടി നല്ല മെക്കാനിക്കിന്റെ അടുത്ത് എത്തിയാൽ പെട്ടെന്ന് അസുഖം മാറുന്ന പറഞ്ഞായിരുന്നു. നിങ്ങളെ അസുഖം പെട്ടെന്ന് അയാൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളെ അസുഖം പെട്ടെന്ന് എങ്ങനെയാ അസുഖം ഡിറ്റക്ട് ചെയ്യാ? ഇപ്പൊ നമുക്ക് വയറുവേദന വന്നു, എന്താ ചെയ്യാ? അവരെന്താ ചെയ്യുന്നത്? വാദം, പിത്തം, കഫം ഇതിന്റെ ലക്ഷണങ്ങൾ പ്രകാരം ശരീരത്തിൽ വരുന്ന സ്കിന്നിൽ വരുന്ന മാറ്റം അശാസ്ത്രീയമായിട്ടുള്ള രോഗനിർണയ രീതിയാണ്. അതെ, അത് കറക്കിക്കുത്താണ്. അതായത് പൂരപ്പറമ്പിലൊക്കെ ഉള്ള ചക്രം വെച്ചുള്ള കറക്കിക്കുത്തല് ഇപ്പൊ ശാസ്ത്രീയമാണ്. അങ്ങനെ തന്നെയാണ് സുഹൃത്തെ. പഴയ കാലത്ത് അതാ നോക്കൂ, ഒന്നുമില്ലാത്തതിനൊക്കെ ഭേദമല്ലേ എന്തെങ്കിലും ഉള്ളത്. എന്താ പറയാ, നിങ്ങളിപ്പോ ഇപ്പൊ ഞാൻ പറയട്ടെ, കാളവണ്ടി കാലഹരണപ്പെട്ടു എന്ന് ഞാൻ പറയാൻ സമ്മതിക്കോ? കാളവണ്ടി കാലഹരണപ്പെട്ടു കഴിഞ്ഞാൽ സമ്മതിക്കാം. കാളവണ്ടിയിൽ എന്താ യാത്ര ചെയ്താൽ നമ്മള് പിന്നെ പാലക്കാട് നിന്ന് മണ്ണാർക്കാട് എത്തൂലേ? എത്തും. പിന്നെ എങ്ങനെ അത് കാലഹരണപ്പെട്ടു എന്ന് പറയാ? അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് പുതിയ ടെക്നോളജി ആയുർവേദത്തിൽ ഇപ്പം പഴയ സിസ്റ്റം ഫോളോ ചെയ്യുന്നു. കൃത്യതയും വ്യക്തതയും ഉള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള പരീക്ഷിച്ച് ഫലം ഉറപ്പുവരുത്തിയിട്ടുള്ള അതിന്റെ സൈഡ് എഫക്റ്റും കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയമായ രീതികളിലൂടെയുള്ള ചികിത്സാ സമ്പ്രദായമാണ് മനുഷ്യന് വേണ്ടത്. മറ്റത് കറക്കിക്കുത്താണ്. വയറുവേദന ഞെക്കി നോക്കി, ഞാൻ പറയാം, ഞെക്കി നോക്കി ട്രീറ്റ്മെന്റിന് വന്ന 95 ആൾക്കാർക്കും അതേ മരുന്നുകൊണ്ട് മാറുന്നുണ്ടെങ്കിൽ അത്
എന്തായിട്ടാ നമ്മൾ കണക്കാക്കുക മാറൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 100-ന് 95 ആൾക്കാർക്കും ഒരു ചികിത്സയും നടത്തിയില്ലെങ്കിലും മാറാവുന്ന ഒരു സാധനമായിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി. അതാണ് പ്രശ്നം. അതേപോലെ സുഹൃത്തെ, എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എനിക്ക് വയറുവേദനയായിട്ട് ഞാൻ വന്നു, എങ്ങനെയാണ് നിങ്ങൾ രോഗം നിർണ്ണയിക്കുക? വയറുവേദനയ്ക്ക്, അതായത് ഞാൻ BAMS പഠിച്ച ആളല്ല. BAMS പഠിച്ചവർക്ക് നിങ്ങൾക്ക് വയറുവേദന ആകുമ്പോ അതിന്റെ, അതായത് ഇംഗ്ലീഷ് ഡോക്ടർമാരെ ചില സിംറ്റംസ് വെച്ചിട്ട് അവര് പഴയകാല അനുഭവങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ട്, അങ്ങനെയല്ല ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ട്രീറ്റ്മെന്റ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയാം. ബ്ലഡ് ടെസ്റ്റിന്റെ മുകളിൽ ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ല ഒരുപാട് സങ്കേതങ്ങൾ ഒരുപാട് ടെസ്റ്റ് ചെയ്യും. ഇപ്പൊ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, ഒരു മിനിറ്റ്, ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, ഒരു സ്ട്രോക്കിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ്, ചെറിയ രീതിയിലുള്ള ഒരു മൈനർ സ്ട്രോക്ക് വന്നു, എന്താണ് ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റുക? ആയുർവേദത്തില് നിങ്ങളുടെ അറിവനുസരിച്ചിട്ട് ആയുർവേദത്തില് അതായത് സ്ട്രോക്കും പെട്ടെന്ന് വന്നതിന് ആയുർവേദത്തില് ഒരു ചില എന്താ പറയാ മസാജ് ആയിട്ടുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ ശരീരത്തിൽ ചൂടാക്കിയുള്ള സംഭവങ്ങളോ. റിക്കവറി റേറ്റ് അല്ല, അതില് പൊതുവെ ആൾക്കാർ എന്ത് ചെയ്യും, എത്ര ആൾക്കാരിൽ ട്രീറ്റ്മെന്റ് എടുത്തതെന്ന് അറിയില്ല. റിക്കവറി റേറ്റ് അല്ല, നമ്മളടുത്ത് ഞാൻ പറയാം. എന്റെ ചെറിയ പ്രായത്തില്, ഇത് കുറെ നീണ്ടുപോയി എങ്കിലും, എന്റെ ചെറിയ പ്രായത്തില് എന്റെ ജ്യേഷ്ഠന്റെ മോനെ പാമ്പ് കടിച്ചു. അപ്പം അലനല്ലൂര് കഴിഞ്ഞ് ഈ വെട്ടത്തൂര് ആലനല്ലൂര് വഴി അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് ഒരു വിഷഹാരി ഉണ്ടായിരുന്നു. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷർക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഏത് വിഷവും തീണ്ടിയ ആളെയോ അവിടെ എത്തിച്ചാൽ മതി. 3 വയസ്സോ 4 വയസ്സോ ഉള്ള സമയത്താണ് ഈ കുട്ടിക്ക് പാമ്പ് കടി ഏൽക്കുന്നത്. അവിടെ ചെന്നു. അപ്പൊ ആരോ നാട്ടുകാർ പറഞ്ഞത് കേട്ടിട്ട് പാമ്പിനെയൊക്കെ തല്ലിക്കൊന്നിരുന്നു. അവിടെ കണ്ട് ആളുകൾ കൂടി പാമ്പിനെയൊക്കെ തല്ലിക്കൊന്നു. അവിടെ പോയി അവിടെ എത്തിയപ്പോ കുട്ടി അൺകോൺഷ്യസ് ആണ്. കുട്ടീനെ അയാൾ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവിടുന്ന് തിരിച്ച് പെരിന്തൽമണ്ണയിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നു. അപ്പോഴത്തേക്ക് കടിച്ച പാമ്പ് ഏതാന്ന് മനസ്സിലായി. അതിന്റെ ആന്റിവെനം കൊടുത്തു. ഒരു 24 മണിക്കൂർ 48 മണിക്കൂർ ഒബ്സർവേഷൻ വേണം എന്ന് പറഞ്ഞു. കുട്ടിയെ അവിടെ കിടത്തി. അവൻ അടിപൊളിയായിട്ട് ഇപ്പൊ നടക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി നിക്ക് ഈ വിഷഹാരിയുടെ അടുത്ത് നേരെ പെരിന്തൽമണ്ണക്ക് വരെ കോട്ടൊക്കെ കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പറഞ്ഞ, അതായത് ഒരുപാട് ചികിത്സാ രീതികളിൽ ആയുർവേദത്തിൽ ഇപ്പൊ നമ്മളിൽ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതായത് ഒഫ്താൽമോളജി, ന്യൂറോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, ഇതേപോലെ ഇതിലും സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട്. പക്ഷെ ഈ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് ഇത് എന്താ പറയാ, അവിടെ എത്തിക്കഴിഞ്ഞാലാണ് ഈ ട്രീറ്റ്മെന്റ് ENT ഡോക്ടർമാരെ കാണിക്കുന്നത്. എന്താണ് ആയുർവേദത്തിൽ പാമ്പ് കടിക്കുള്ള ചികിത്സ അറിയോ? വിഷചികിത്സ ആയുർവേദത്തിൽ എനിക്ക് അറിയില്ല കേട്ടോ. അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് അറിയേണ്ടതാണ്. നിങ്ങൾക്ക് ആന്റിവെനം എന്താണെന്ന് അറിയാലോ? ആന്റിവെനം അറിയാം. എന്തുകൊണ്ടാ? അത് എത്ര കൊടുക്കണം, എന്ത് കൊടുക്കണം, എപ്പോ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന സാധനമാണ്. അപ്പൊ അങ്ങനെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം മുന്നിൽ വരുമ്പോ, ഇപ്പൊ കുറുന്തോട്ടിയുടെ വേര് അല്ലെങ്കിൽ കുറുന്തോട്ടി സമൂലം, ഓക്കെ, ഒരു അസുഖത്തിന് കുറുന്തോട്ടിയുടെ കുറുന്തോട്ടിയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകം ഉപകാരപ്രദമാണെങ്കിൽ അത് വേർതിരിച്ചെടുക്കാനുള്ള സംവിധാനം ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാത്രം എടുത്താൽ പോരെ? കുറുന്തോട്ടി മൊത്തം വേരോടെ അരച്ചു കുടിക്കണോ? അത് വേണ്ട. ഫുള്ളായിട്ട് വേണ്ട മരുന്നുകളും ഉണ്ടാവും, വേര് മാത്രം ഉപയോഗിക്കുന്ന മരുന്നുകൾ ഉണ്ടാവും. ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെ നാട്ടില്, എന്റെ ചെറുപ്പത്തിൽ പോലും ഈ കുറുന്തോട്ടി പറിക്കുക, അതേപോലെ ആടലോടകം പറിച്ച് അത് ഉണക്കി മരുന്ന് കടയിൽ കൊണ്ടുപോയി വിൽക്കുക. മനസ്സിലായോ? കാരണം അത് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനം, പണ്ടുകാലം മുതലുള്ള ഒരു സാധനം. ആധുനികമായതിനെ സ്വീകരിക്കാൻ ആളുകൾക്ക് മടിയുള്ള കാലം. ഇപ്പോഴും ആയുർവേദത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ പലരും അലോപ്പതി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് എന്ന് തെറ്റിദ്ധരിച്ച് പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രം, അതിനോടുള്ള വിശ്വാസക്കുറവ് അജ്ഞത കൊണ്ടുണ്ടാവുന്നതിന്റെ പ്രശ്നമാണ്. അത് മനുഷ്യന്മാരുടെ ജീവിതം അപകടത്തിൽപ്പെടുത്തും. ചികിത്സാ സമ്പ്രദായം പോലെയാണ്. ഇപ്പം വേദങ്ങളായാലും മതങ്ങളായാലും എല്ലാം ചരിത്രത്തിൽ അതിന്റെ ചരിത്രപരത, അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഈ നൂറ്റാണ്ടിൽ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട സാധനമേ അല്ല. അപ്ഡേറ്റ് ചെയ്യുക, നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അറിവുകൾ അപ്ഡേറ്റ് ചെയ്യുക. ഇനിയിപ്പോ ഏതെങ്കിലും വേദത്തിലോ ഖുർആനിലോ ബൈബിളിലോ ഒരു നല്ല മൂല്യം പറഞ്ഞാൽ അതെടുക്കുക, അത് നമ്മളുടെ ആധുനിക മൂല്യത്തിന്റെ ഭാഗമാക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് കിതാബിലേക്ക് പോകാന്നല്ല അതിന്റെ അർത്ഥം. മനുഷ്യന് മുന്നോട്ട് പോകാൻ എന്താണോ ആവശ്യം, നല്ലത്, അതെടുക്കുക.
അതല്ലാതെ നമ്മൾ പഴമയിൽ എന്തോ സ്വർഗമുണ്ടായിരുന്നു എന്ന് കിനാവ് കണ്ടിട്ട് അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പണിയെടുക്കുന്നത് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ വിവരക്കേടാണ്. അതൊക്കെ ശരിയാണ് അല്ലേ? അതെ. എന്തായാലും വളരെ സന്തോഷം നിന്നോട് സംസാരിച്ചു. പിന്നെ സഹോദരനോട് കാര്യം പറയാനുള്ളത്, പോകുമ്പോ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതൊക്കെ ഉണ്ട്, അതൊക്കെ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുള്ള പരിപാടി. കാരണം എന്താ പറയാ, നമ്മളെ നാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ, ചേകന്നൂർ മൗലവിനെ കുറച്ച് ഒരു ചെറിയ 5 നേരം നിസ്കാരം 3 നേരം നിസ്കാരം പറഞ്ഞു. അതൊക്കെ ശരിയാണ്, അതൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ആയിക്കോട്ടെ, താങ്ക് യു. നല്ലത് വരട്ടെ. ഓക്കെ, താങ്ക് യു.